ഇനി നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിന്റെ സന്തോഷത്തിലാണ് സ്ത്രീ യാത്രക്കാർ. UDF വാക്ക് പാലിച്ചതിൽ സന്തോഷമുണ്ടായെന്നും ഇനി യാത്രകൾക്ക് കൂടുതൽ KSRTC തിരഞ്ഞെടുക്കുമെന്നും യാത്രക്കാർ പറയുന്നു. സുനിഷ അയലൂരും ശരത് എസ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, യാത്രക്കാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഈ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം ഇന്ന് തന്നെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. അതിനെ സന്തോഷത്തോടു കൂടിയാണോ സ്ത്രീകൾ വരവേൽക്കുന്നത്? ഉറപ്പായിട്ടും മാധു, അതിലൊരു സംശയവുമില്ല. ഈ പറഞ്ഞതുപോലെ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഇത് ആദ്യ തീരുമാനം തന്നെ വനിതകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. ചേച്ചി, ഇനിയിപ്പോ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. എങ്ങനെ എന്ത് തോന്നുന്നു ഈ തീരുമാനത്തെ? സന്തോഷം തന്നെ, നല്ല തീരുമാനമായി. നല്ലതെന്ന് പറയാനും പറ്റൂല. പിന്നെ എങ്ങനെ ശമ്പളം കിട്ടും? അതാണ് ഒരു വലിയ പ്രതിസന്ധി ഉള്ളത്. എന്നാലും നമ്മളെ ആലോചിച്ച് നോക്കുമ്പോൾ സന്തോഷമുണ്ട്. ചേച്ചി, സന്തോഷമുണ്ട്. അത് സംശയമൊന്നുമില്ല, എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയാണ്. ഇതാ ഇവിടെ കുറെ പേർക്ക് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഉമ്മ, ഇനിയിപ്പോ ജൂൺ 15 മുതൽ ഫ്രീ ആണ് യാത്ര, എന്ത് തോന്നുന്നു? എല്ലാം കുഴപ്പമില്ല, എല്ലാ സ്ഥലവും പോവാല്ല. കൊല്ലത്ത് പോവാൻ, തിരുവനന്തപുരത്തോ എവിടെ തൊട്ടോ, തിരുവനന്തപുരം വിട്ട് കാസർഗോഡ്, പാലക്കാട്, ലോകം മൊത്തം പോയിട്ട് വരാം. പക്ഷേ ഇതിനു വേണ്ടി 5-6 വണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഏതായാലും സൂപ്പർ ഫാസ്റ്റിലൊന്നും നമ്മളെ കയറ്റി വിടൂലല്ലോ. അതൊന്നും തീരുമാനമായിട്ടില്ല, അത് അടുത്ത ദിവസം പറയായിരിക്കും. എന്നാലും തീരുമാനം വന്നപ്പോ സന്തോഷമായി. പിന്നെ വലിയ സന്തോഷമുണ്ട് മക്കളെ. 100 രൂപ കൊണ്ടുപോയാൽ ഇവിടെ KSRTC യാത്ര ചെയ്യുന്ന ആളാണല്ലേ? എല്ലായിടവും പോകും. ആശ്വാസമാണ്, എനിക്ക് സന്തോഷം മക്കളെ. അതാണ്, അതില് ഒരു സംശയമില്ല. ഇത് ആളുകൾക്കൊക്കെ സന്തോഷമാണ്. ചേച്ചി എന്തെങ്കിലും പറയണ്ടോ? എത്ര ദിവസം കൊണ്ടുപോകും ഫ്രീ ആയിട്ട്? അതിലാണ് ഒരു സംശയം. എന്നാലും ഇപ്പൊ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലോ, അതിൽ നോക്കുമ്പോ സന്തോഷമാണ്. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഇവര് പറയുന്നത് അതാണ്, അതായത് നല്ല സന്തോഷമുണ്ട് തീരുമാനത്തിൽ. പക്ഷെ ഇത് എത്ര ദിവസമാണ്, എങ്ങനെയാണ്, എല്ലാം ഈ ചേച്ചി പറഞ്ഞ സൂപ്പർ ഫാസ്റ്റിലൊക്കെ കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിലെല്ലാം ഉത്തരം വേണമെന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പറഞ്ഞത് ആ തീരുമാനങ്ങളൊക്കെ ഇനി അല്പ ദിവസം, അതായത് കുറച്ച് ദിവസത്തിന് ശേഷം എങ്ങനെയായിരിക്കും, ഏത് ബസ്സുകളിൽ എന്നുള്ളതൊക്കെയുള്ള തീരുമാനങ്ങൾ അത് വരുന്ന ദിവസങ്ങളിൽ അറിയിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇതിന്റെ കണക്കെടുപ്പൊക്കെ തുടങ്ങിയിരുന്നു. അതും അങ്ങനെ കണക്കെടുത്ത് നോക്കിയപ്പോൾ 29 ലക്ഷം പേരിൽ 20 ലക്ഷവും സ്ത്രീകളാണ് ഈ KSRTCയിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 20 ലക്ഷം പേരുടെ ഈ ടിക്കറ്റ് എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ്, അതിനെ മറ്റ് ഏത് മാർഗങ്ങളാണ് സ്വീകരിക്കുക സർക്കാർ എന്നുള്ളതെല്ലാം നോക്കിക്കാണേണ്ടതാണ്. പക്ഷെ സ്വാഭാവികമായും സർക്കാർ നൽകിയ ഉറപ്പ് അത് പാലിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യത്തെ 2 എണ്ണം നടപ്പാക്കുന്നു. അതിലൊന്ന് ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രയാകുന്നു എന്നുള്ളത് തന്നെയാണ്. മെയ് 15-നകം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മെയ് 15 മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശരത് എസ് കോടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശരത്, KSRTC ബസ് സ്റ്റാൻഡിനുള്ളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ യാത്രക്കാരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പുതിയ തീരുമാനത്തോട്? മധു, അതായത് ഞാൻ കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുൻപിലാണ്. അതായത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ജനപ്രിയമായ ഒരു പ്രഖ്യാപനം തന്നെയായിട്ടാണ് സ്ത്രീ യാത്രക്കാർ ഇതിനെ കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെയുള്ള യാത്രക്കാരോടൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ പറയുന്ന തരത്തിൽ ഗേൾസ് ട്രിപ്പ് ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ യാത്രയൊക്കെ തന്നെ ഈ സൗജന്യ യാത്ര വരാൻ പോകുന്നത് എങ്ങനെ കാണുന്നത്? നല്ലപോലെ കാണുന്നു. ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് നേരത്തെ പറഞ്ഞു. മൂന്നാർക്ക് ഒരു ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ കണ്ടീഷൻസും സർട്ടൈൻ സർക്കംസ്റ്റൻസും ഒന്നും വന്നിട്ടില്ലല്ലോ. കണ്ടീഷൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഇത്ര സറൗണ്ടിങ്സിൽ ഇത്ര കിലോമീറ്റർ വരെ ഉള്ളൂ സൗജന്യ യാത്ര എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മൂന്നാർ വരെ ഒന്ന് പോയിട്ട് വരാം. ഫുഡിന്റെ ചെലവ് മാത്രമല്ലേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള പ്ലാനിങ് ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ജോലി സംബന്ധമായ ജോലിക്ക് പോകാൻ ബസ്സിന് വേണ്ടി വരുമാനം മാറ്റിവെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് സമ്പാദ്യം അല്ലെങ്കിൽ പണം ലാഭിക്കാമെന്നൊക്കെ തന്നെ കരുതുന്നു. ചേച്ചി ജോലിക്ക് വേണ്ടി വരുവാണ്. അതെ. അപ്പോൾ ഈ KSRTCയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ആശ്വാസകരമാവുക വരട്ടെ എന്നിട്ടല്ലേ. അത് വരട്ടെ എന്നതാ ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വരട്ടെ എന്നിട്ട് പറയാം. ചേച്ചി, KSRTCയിൽ ഇപ്പോൾ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ആശ്വാസകരമായിരിക്കും. ആശ്വാസകരം ആക്ച്വലി നമുക്ക് അതിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. KSRTCയിൽ കൂടിപ്പോയാലൊരു 30 റുപ്പീസേ ആവുള്ളൂ. അപ്പോൾ ആ ഒരു 30 റുപ്പീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എങ്ങനെ കാണുന്നത്? വളരെ നല്ല കാര്യമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുക. വളരെ സന്തോഷമുണ്ട്.
അത് ഈ പറയുന്ന പോലെ പലർക്കും പല അഭിപ്രായമാണ്. ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് വരുമാനം മാറ്റിവെക്കുന്നതിൽ പണം സമ്പാദിക്കും, അത് ലാഭിക്കാമെന്ന് കരുതുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാ ഘട്ടത്തിലും എല്ലാ ആളുകൾക്കും, അതായത് സാമ്പത്തികം കണക്കാക്കി താഴേക്കിടയുള്ള ആളുകൾക്ക് മാത്രം നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നവരൊക്കെ തന്നെയുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ ആളുകൾക്കിടയിലുണ്ട്. എന്തായാലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വരട്ടെ, അത് വരുന്ന ശേഷം അത് ഏത് കാറ്റഗറിയിലായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനം വരട്ടെ എന്ന് എന്തായാലും വളരെ സ്വീകാര്യമായ ഒരു പതിയായിട്ട് തന്നെയാണ് ഈ പ്രഖ്യാപനത്തെ കാണുകയും ചെയ്യുന്നത്. ശരി, സുനിഷ അയലൂർ കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സുനിഷ ഇപ്പോഴും വാഹനത്തിനകത്താണുള്ളത്. അവിടെ സ്ത്രീകൾക്കൊക്കെ വലിയ സന്തോഷമുണ്ടാകുന്ന ഒരു തീരുമാനം തന്നെയാണ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ആദ്യ തീരുമാനത്തിൽ തന്നെ. സുനിഷയ്ക്ക് വേണമെങ്കിൽ ഇതൊരു പിറന്നാൾ സമ്മാനമായി സ്വീകരിക്കാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു സോ മച്ച്. സത്യമായിട്ടും എനിക്ക് തോന്നുന്നു അങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടുന്ന് കണ്ണൂർ വരെ നേരത്തെ ഇവരോടെല്ലാം പറയായിരുന്നു. അതായത് ട്രെയിനിലാണ് സാധാരണ യാത്ര ചെയ്യാറ്. ഇനിയിപ്പോൾ ദീർഘദൂര യാത്രക്കൊന്നും ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാൽ പോലും നമുക്ക് പറയാമല്ലോ, ഇനി കണ്ണൂരേക്ക് ഞാൻ KSRTCയിലേ പോകുന്നുള്ളൂ എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള തീരുമാനമാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള, KSRTCയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതൊരു ചെറിയ യാത്രയാണെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ടിക്കറ്റ് ഒന്നും എടുക്കാതെ പോകാൻ പറ്റുവാണെങ്കിൽ, നേരത്തെ ഇപ്പോൾ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞതുപോലെ നല്ല സന്തോഷം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്ത്രീകളെ മാത്രം ചോദിച്ചാൽ പോരല്ലോ മാധു. ഇവിടെ ഇപ്പോൾ കുറച്ച് ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരും പറയോ എന്ന് എനിക്കറിയില്ല. അതായത് വനിതാ കണ്ടക്ടർ കൂടിയാണ് കേട്ടോ ഈ ബസ്സിൽ. ചേച്ചി, തീരുമാനത്തെ എങ്ങനെ കാണുന്നു? തീരുമാനത്തെ എന്താണ്, സർക്കാർ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഞങ്ങൾ പോവുക. ഇപ്പോൾ സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ നമ്മുടെ KSRTC. കൂടുതലും സ്ത്രീകൾ തന്നെയാണ്, ഏറ്റവും കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. ഞങ്ങളെ ഈ ബസ്സിൽ കയറുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് അതിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ചേട്ടാ, ഇപ്പൊ സ്ത്രീകൾക്ക് 15 മുതൽ ഇനിയിപ്പോ യാത്ര സൗജന്യമാക്കാൻ പോവാണ്. തീരുമാനം നല്ല കാര്യം, നമുക്കും ആയ കൊള്ളാം എന്നുള്ളൊരു തോന്നലുണ്ട്. അതൊരിക്കലും നടക്കൂല. വേണ്ട അല്ലേ? അത് നടക്കൂല. എന്തായാലും ഈ ഒരു തീരുമാനം നല്ല തീരുമാനം തന്നെ. പക്ഷേ ഒരു കാര്യം പറയാം, ബസ്സിൻ്റെത് അത് കഴിഞ്ഞ് ഈ ആശാ വർക്കറെ കാര്യമൊക്കെ പറഞ്ഞത് നല്ല കാര്യങ്ങളാണ്. അതിനോടുകൂടി ഈ പെൻഷന്റെ കാര്യം കൂടെ തീരുമാനം ഉണ്ടാകും. അതൊക്കെ വഴിയെ തീരുമാനിക്കും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പറഞ്ഞിട്ടില്ല ആ കാര്യം. വലിയ തീരുമാനമാവട്ടെ അല്ലേ? അതായത് ഈ സ്ത്രീകൾ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പുരുഷന്മാരും എല്ലാവരും ഈ തീരുമാനത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയെന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളുണ്ട്. ഏതായാലും ആളുകളെല്ലാം അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 15-ന് ശേഷം അത് എങ്ങനെയായിരിക്കും, എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതിന്റെ മാനദണ്ഡങ്ങൾ എന്ത്, ഏത് രീതിയിൽ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം മാധു. എന്തായാലും ശരി, ശരത് എസും സുനിഷ അയലൂരുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പുതിയ തീരുമാനം, വിപ്ലവകരമായ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് പരീക്ഷിച്ചിട്ടുള്ളൊരു മാതൃകയാണ്. നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് 15-ാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടാക്കുകയും മാധ്യമങ്ങളുടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്നാണ് പുതിയ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്.